ഈ ചാതുർവർണ്ണ്യത്തെയും ജാതി വ്യവസ്ഥയും ഒക്കെ തന്നെ ഒരു സ്വാഭാവിക ക്രമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതൊരു സ്വാഭാവിക വ്യവസ്ഥയാണെന്ന് നമ്മൾ കരുതുന്ന രീതിയിൽ നമ്മൾ പോലും അതിനകത്ത് ജീവിക്കുക എന്നുള്ളതാണ് ചാതുർവർണ്ണ്യം ചെയ്യുന്ന ഏറ്റവും വലിയ ഹിംസ എന്ന് പറയുന്നത്. ചാതുർവർണ്ണ്യം ഒരു സ്വാഭാവിക പരിണതിയായി ഇന്ത്യയിൽ മാറിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ് കർമ്മ പുനർജന്മ സിദ്ധാന്തം. കർമ്മ പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മമാണ് അടുത്ത ജന്മത്തിൽ നിങ്ങൾ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്നത്. ഈ ജന്മത്തിൽ നിങ്ങൾ ബ്രാഹ്മണനായോ ക്ഷത്രിയനായോ വൈശ്യനായോ ജനിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ വലിയ പുണ്യം ചെയ്തവരാണ്. ഈ ജന്മത്തിൽ നിങ്ങൾ ചണ്ടാളരായോ പിന്നോക്ക ജാതിക്കാരായോ ആദിവാസികളായോ ദളിതരായോ ജനിച്ചു എന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്ത്രീകളായോ ജനിച്ചു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തവരാണെന്നാണ്. ഇതാണ് ലളിതമായി പറഞ്ഞാൽ കർമ്മസിദ്ധാന്തം. രോഗങ്ങൾ പോലും കർമ്മഫലമാണ് എന്ന് കർമ്മസിദ്ധാന്തം പറഞ്ഞു വെക്കുന്നു. സായണൻ എഴുതിയെന്ന് കരുതപ്പെടുന്ന പ്രായശ്ചിത്ത സുധാനിധി എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്നത് ഷുഗർ വരാൻ കാരണം മുജ്ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണം അപഹരിച്ചവർക്കാണ് പിന്നീട് എന്ത് വരുന്നത്? ഷുഗർ വരും. എന്താണ് അതിന് പരിഹാരം? സർവ സ്വത്തുക്കളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു, ഷുഗർ മാറിക്കിട്ടും. ഗ്ലൈസിവേജ് 50-500 കഴിക്കണ്ട, ജാനുമെറ്റ് 50-500 കഴിക്കണ്ട, ഒന്നും വേണ്ട. പിന്നെന്താണ് ചെയ്യേണ്ടത്? ഷുഗർ വന്നാൽ ഉടൻ തന്നെ ഏതെങ്കിലും ബ്രാഹ്മണന് സർവ്വ സ്വത്തുക്കളും ദാനം ചെയ്ത് കാശിയിലേക്ക് പോവുക. പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ തീരുമാനമാവും. ഇത് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക. ഇത് പുരാണങ്ങളായി, ജ്ഞാനപ്പാനയായി, എഴുത്തച്ഛൻ്റെ രാമായണമായി ഇതാണ് നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എഴുത്തച്ഛൻ തന്നെ പറയും, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് അവനവൻ അനുഭവിക്കുന്നത് എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞു വെക്കുന്നത്. ഒരു സമൂഹത്തിലെ വ്യത്യസ്ത സമുദായങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിന് കാരണം ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ശ്രേണീകൃത അസമത്വമാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടാതെ അത് അവനവൻ്റെ തന്നെ അവളവളുടെ തന്നെ മുജ്ജന്മ കർമ്മഫലമാണെന്ന് വരുത്തി തീർക്കുക വഴി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ശ്രേണീകൃത ജാതി അസമത്വ വ്യവസ്ഥയ്ക്കെതിരായ കലാപങ്ങളെ, സമരങ്ങളെ അടിച്ചമർത്താൻ ഇന്ത്യൻ ബ്രാഹ്മണ്യം കർമ്മസിദ്ധാന്തത്തെ, കർമ്മഫലയോഗത്തെ ഒരു ഉപാധിയാക്കി മാറ്റി. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാളകുലത്തിങ്കൽ പിറക്കുന്നു എന്ന് പാടിയത് ആരാണ്? സാക്ഷാൽ പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയതാണ്. ജ്ഞാനപ്പാന അതിരാവിലെ 5 മണിക്ക് കേൾക്കാം. ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്നവർക്ക് കേൾക്കാം. ഉച്ചഭാഷണിയിലൂടെ നമുക്ക് കേൾക്കാം. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു, നാരിചത്തുടനോരിയായി പോകുന്നു, കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃതിയായി പിറക്കുന്നു. അവൻ കഴിഞ്ഞ ജന്മത്തിൽ വലിയ പാപകർമ്മങ്ങൾ ചെയ്തവനാണ് ഈ ജന്മത്തിൽ ആരായിട്ട് വരുന്നത്? ചണ്ടാളനായിട്ട് വരുന്നത്. ഇങ്ങനെ കർമ്മ പുനർജന്മ സിദ്ധാന്തം ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് വേരോടിയിട്ടുള്ളതാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അടുത്ത ജന്മം പ്രമോഷൻ കിട്ടും. എങ്ങോട്ട്? ബ്രാഹ്മണനായി പ്രമോഷൻ കിട്ടും. അങ്ങനെ പ്രമോഷൻ കിട്ടാനാണല്ലോ ചില ആളുകൾ അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിച്ച് പൂണൂലിട്ട് അയ്യപ്പനെ സേവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത്. ഈ പുനർജന്മ സിദ്ധാന്തത്തിലാണ് അവരും വിശ്വസിക്കുന്നത്. ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തം എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ഇന്ത്യയിലെ അസമത്വത്തെയും ജാതി വ്യവസ്ഥയും ന്യായീകരിക്കുകയാണ് എന്ത് ചെയ്തത്? ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തം ചെയ്യുന്നത്. പാപപുണ്യ സിദ്ധാന്തവും അതുപോലെ തന്നെ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന പാപപുണ്യ സിദ്ധാന്തം അടിസ്ഥാനപരമായിട്ട് ചാതുർവർണ്ണ്യത്തെ വെളുപ്പിച്ചെടുക്കുകയാണ്. ചാതുർവർണ്ണ്യത്തിന് വൈറ്റ് വാഷ് അടിക്കുന്ന സിദ്ധാന്തത്തിൻ്റെ പേരാണ് പാപപുണ്യ സിദ്ധാന്തം. ബ്രാഹ്മണർക്ക് ദാനം ചെയ്താൽ പുണ്യം കിട്ടും. സംസ്കൃത സാഹിത്യം മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാലും
ബ്രാഹ്മണർക്കല്ലാതെ മറ്റാർക്കും ദാനം ചെയ്യുന്നതിനെ പറ്റി ഒരു വരി പോലും സംസ്കൃത സാഹിത്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. താന്ത്രികമായ പ്രതിഷ്ഠാദി കർമ്മങ്ങൾ നിർവഹിക്കുന്ന അനുഷ്ഠാന ഗ്രന്ഥങ്ങളാണ് തന്ത്രഗ്രന്ഥങ്ങൾ. ആ തന്ത്രഗ്രന്ഥങ്ങളിൽ ക്ഷേത്രങ്ങളെ ബാധിക്കുന്ന അശുദ്ധികൾക്ക് പരിഹാരമായി വിധിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബ്രാഹ്മണരുടെ കാലുകഴുകി ചൂട്ടും ബ്രാഹ്മണർക്ക് ദക്ഷിണ നൽകുക. ഇതാണ് ക്ഷേത്രത്തിൽ ബാധിക്കുന്ന അശുദ്ധിക്ക് പരിഹാരമായി കേരളത്തിൽ രചിക്കപ്പെട്ട തന്ത്രഗ്രന്ഥങ്ങൾ വിധിക്കുന്ന രണ്ട് പരിഹാര കർമ്മങ്ങളാണ്. കാലുകഴുകി ചൂട്ടും ബ്രാഹ്മണർക്ക് ദക്ഷിണ. കേരളത്തിൽ ഇന്നും കാലുകഴുകി ചൂട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് വിവര പട്ടിക നോക്കിയാൽ അറിയാം. കാലുകഴുകി ചൂട്ട് 50,001 അല്ലെങ്കിൽ 25,001 എന്ന നോട്ടീസ് ബോർഡിൽ നിങ്ങൾക്ക് കാണാം. ഇത് ചരിത്രത്തിൽ നിലനിന്നൊരു കാര്യമാണ് കേട്ടോ. ഇന്നും നിലനിന്നൊരു കാര്യം മാത്രമല്ല. മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട തിരുവല്ല ഗ്രന്ഥവരിയിൽ ക്ഷേത്രത്തെ ബാധിച്ച അശുദ്ധിയുടെ പരിഹാരത്തിനായി 36 ബ്രാഹ്മണരുടെ തലയിൽ എണ്ണ തേച്ച് കുളിപ്പിച്ച് അവരുടെ കാലും കഴിയിച്ച് സദ്യ കൊടുത്ത് പാൽപായസം കുടിപ്പിച്ചതിനെ പറ്റി തിരുവല്ല ഗ്രന്ഥവരിയിൽ വളരെ വ്യക്തമായ പരാമർശം കാണും. എന്താണ് അശുദ്ധി? അശുദ്ധി എന്ന് പറഞ്ഞാൽ പതിതന്മാർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക അശുദ്ധിയാണ്. ആരൊക്കെയാണ് പതിതന്മാർ? ഈഴവർ, പുലയർ, പറയർ, ആശാരി, മൂശാരി, കല്ലൻ, കൊല്ലൻ എന്ന് വേണ്ട ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന മുഴുവൻ അവർണ ജനവിഭാഗങ്ങളും ആരാണ്? പതിതന്മാരാണ്. ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെ പറയുന്നത് എന്താണ്? ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ വീണ്ടും അപകർഷത വിതരാനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ പഴയ കാര്യമല്ല, ഇതൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ടതായിട്ടുണ്ടോ? ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ത്യയിലെ കേരളത്തിലെ ജനസമുദായങ്ങൾക്കിടയിൽ പരസ്പര വിദ്വേഷം ചുമത്തുകയല്ലേ ചെയ്യുന്നത്? അവർക്കിടയിൽ ഇങ്ങനെ അപകർഷത കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോഴും ചില ആൾക്കാർ, ചില ലിബറൽ പുരോഗമനകാരികളാണ് പറയുന്നത്. അവരുടെ വാദമാണിത്. ഡോക്ടർ ശ്യാംകുമാറിനെ പോലെയുള്ളവർ ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും സമൂഹത്തിൽ അപകർഷത സൃഷ്ടിക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2024 ഈ വർഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അഖില കേരള തന്ത്രി സമാജം കേരള ഹൈക്കോടതിയിലേക്ക് പോയി. എന്തിനാണ് പോയിരിക്കുന്നത് അറിയാമോ? കേരളത്തിലെ ചില ഈഴവരും കുറച്ച് ദളിതരും പൂജയൊക്കെ പഠിച്ച് ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് കുറച്ച് പൂജാരിമാരായിട്ട് മാറി. അവർ കുറച്ച് തന്ത്രി മഠങ്ങളൊക്കെ തുടങ്ങി. അവരൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കൂടുതൽ കൂടുതൽ പൂജാരിമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശാന്തിക്കാരായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അത് ഞങ്ങൾക്ക് പിടിക്കുമോ? അത് ഇച്ചിരി വിഷമമാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? നേരെ കോടതിയെ സമീപിക്കുക. എന്താണ് കോടതിയോടുള്ള സമാജത്തിൻ്റെ പ്രാർത്ഥന? ഇവിടെ നടക്കുന്ന ഈ ഈഴവരുൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന ഈ തന്ത്രി മഠങ്ങൾ ഏകപക്ഷീയമായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവർക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത്, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നത്. അത് ശരിയല്ല. അത് ശരിയായി പരിശോധിച്ചല്ല അവർക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തു വേണം? അത് വിപുലമായി പരിശോധിക്കണം. തന്നെയല്ല, ഞങ്ങളൊക്കെ വളരെ പാരമ്പര്യമായിട്ട് പൂജ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അനുവാദം വേണം. ഞങ്ങളെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ. പക്ഷെ ഞങ്ങൾ ചില സ്ഥാപനവും നടത്തത്തില്ല. ഞങ്ങളുടെ പാരമ്പര്യ അധികാരം തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മതി. കോടതിയിലുള്ള റിട്ട് പെറ്റീഷൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. 50 പേജുള്ള റിട്ട് പെറ്റീഷൻ, അതിലാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. പാരമ്പര്യ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി 14-15 നൂറ്റാണ്ടുകളിലെ തന്ത്ര സമുച്ചയമാണ് ഇവർ ഉദ്ധരിക്കുന്നത്. വിപ്രക്കുലീന കൃതസംസ്ക്രിയൗഗ സ്വതീത വേദാഗമ തത്വവേത്ത. ആചാര്യൻ ആയിരിക്കാൻ ആരാണ് യോഗ്യൻ? വിപ്രഹ എന്ന നല്ല ബ്രാഹ്മണനായിരിക്കണം. കുലീന, ബ്രാഹ്മണനായാൽ മാത്രം പോരാ, ബ്രാഹ്മണരിൽ തന്നെ ഉന്നത കുലജാതനായിരിക്കണം. വർണ്ണാശ്രമാചാരവരോധി ദീക്ഷു, വർണ്ണാശ്രമാചാരങ്ങൾ
നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നവനായിരിക്കണം. വർണ്ണാശ്രമം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യം. ആ വർണ്ണാശ്രമ ചാതുർവർണ്ണ്യ വ്യവസ്ഥ നിലനിൽക്കുന്നു എന്ന് ഉറപ്പാക്കുന്നവനായിരിക്കണം യഥാർത്ഥ ആചാര്യനെന്ന് തന്ത്രസമുച്ചയത്തിൽ പറയുന്നു. ഈ തന്ത്രസമുച്ചയം അനുസരിച്ച് ഞങ്ങളുടെ പാരമ്പര്യം അംഗീകരിച്ച് തരണമെന്ന് കോടതിയോട് അപേക്ഷിച്ചിരിക്കുക. കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുക. ഈ വാദം ആർക്ക് വേണ്ടിയാണ്? ഇവിടുത്തെ അവർണരായ കുറച്ച് ശാന്തിക്കാർ പൂജ പഠിച്ച് ഇപ്പം മേൽശാന്തിമാരായിട്ടുണ്ട്. അവരിനി മേജർ ക്ഷേത്രങ്ങളിലേക്ക് മേൽശാന്തിമാരായിട്ടൊക്കെ വരും. അതെങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രമുഖൻ, അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള വലിയ LLB ഡിഗ്രിയുള്ള മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിലൊരു പ്രമുഖ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായിട്ട് വരുന്നത് തന്ത്രി സ്ഥാനത്തിന് സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ പദവികളോ ഇല്ലാഞ്ഞിട്ടാണോ? തന്ത്രിയുടെ പേര് നിങ്ങൾക്കറിയാം. LLB ബിരുദധാരിയാണ്. ഉയർന്ന തസ്തികയിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾ. അദ്ദേഹം സ്വന്തം ജോലി രാജിവെച്ച് കേരളത്തിൽ വന്ന് തന്ത്രി പദവി ഏറ്റെടുക്കുക. ചില ആളുകൾ വാദിക്കുന്നത്, തന്ത്രി പൂജാരി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വലിയ ദക്ഷിണ വല്ലതും ഉണ്ടോ? ദക്ഷിണയൊന്നുമില്ല. മഹാപട്ടിണി ദാരിദ്ര്യത്തിൻ്റെ കഥയാണ്. പിന്നെ ഇത്രയും വലിയ ദാരിദ്ര്യമാണെങ്കിൽ വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് ആരെങ്കിലും തന്ത്രി പദവി ഏറ്റെടുക്കാൻ വരുമോ? അപ്പോൾ സ്ഥാനമാനം മാത്രമല്ല, അധികാരം, ആ അധികാരത്തിന് വേണ്ടി കൂടിയാണ് ഇതിന് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഇപ്പോഴും 2024 തന്ത്രസമുച്ചയവും ഷേഡ്സമുച്ചയവും പ്രയോഗമഞ്ജരിയും ഉദ്ധരിച്ച് തങ്ങളുടെ പാരമ്പര്യ ബ്രാഹ്മണാധികാരത്തെ ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പറയുന്നത് ഡോക്ടർ ശ്യാംകുമാറിനെ പോലെയുള്ളവർ വീണ്ടും ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അപകർഷത സൃഷ്ടിക്കുകയാണ്. 2024 തന്ത്രസമുച്ചയം ഉദ്ധരിച്ചുകൊണ്ട് ബ്രാഹ്മണർ അവരുടെ അധികാരം ഉറപ്പിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. നമ്മളതിനെ വിമർശിക്കുന്നതിലാണ് കുഴപ്പം. അപ്പോൾ ഇവിടുത്തെ ലിബറൽ പുരോഗമനകാരികൾ ആരുടെ പക്ഷത്താണ്? ബ്രാഹ്മണ്യത്തിൻ്റെ പക്ഷത്തോ ജനാധിപത്യത്തിൻ്റെ പക്ഷത്തോ? തീർച്ചയായും അവർ ജനാധിപത്യത്തിൻ്റെ പക്ഷത്തല്ല, ഈ ബ്രാഹ്മണാധികാരത്തെ ഊട്ടിയുറപ്പിക്കുന്ന പക്ഷത്താണ് എന്ന് അവരുടെ വാദഗതികൾ തന്നെ തെളിയിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഇന്ത്യയെ ഭരിക്കുന്നത് ആരാണ്? ഇന്ത്യയെ ഭരിക്കുന്ന ഈ ത്രൈവർണികന്മാരാണ്. സെക്രട്ടറിയൽ തസ്തികയിൽ പോലും 3% താഴെയാണ് OBCകളുടെ പ്രാതിനിധ്യം. ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രാതിനിധ്യം ഇതുപോലെ തന്നെ നമ്മൾ പരിശോധിക്കണം. ഇന്ത്യൻ IITകളിലെ 6049 അധ്യാപക തസ്തികകളിൽ 121 ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ ഈ ത്രൈവർണിക ജാതി വിഭാഗങ്ങളാണ്. എന്താണ്, മറ്റുള്ളവരാരും പഠിക്കാത്തത് കൊണ്ടാണോ? അല്ല, ഇന്ത്യയിൽ ഭീകരമായി ശ്രേണീകൃതത്വം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ബീഹാറിൽ നടന്ന ജാതി സർവേ തെളിയിക്കുന്നത് എന്താണ്? ഇന്ത്യയിലെ സ്വത്തുക്കളുടെയും അധികാരത്തിൻ്റെയും ഭൂരിഭാഗം കൈക്കലാക്കി വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഈ ത്രൈവർണിക മേൽക്കോയ്മ ജാതി വിഭാഗങ്ങളാണ് എന്ന് ബീഹാറിൽ നടന്ന ജാതി സർവേ തെളിയിക്കുന്നു. കേരളത്തിലെ ദേവസ്വം ബോർഡിലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കോളേജുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെ എണ്ണം വട്ടപൂജ്യമാണെന്ന് പറഞ്ഞാൽ പോലും അത്ഭുതത്തിന് അവകാശമില്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ചോദ്യം എന്താണ്? ജാതി വ്യവസ്ഥ ഇന്ത്യയെ ഏകീകരിച്ചു. ജാതി വ്യവസ്ഥ എന്താണ് ചെയ്തത്? ജാതി വ്യവസ്ഥ ഇന്ത്യയിലെ ഒരു ഭൂരിഭാഗം മനുഷ്യരെ അധകൃതരാക്കി. ഒരു പ്രത്യേക വിഭാഗം മാത്രമാണ് പുണ്യകരങ്ങളായ ജന്മങ്ങളെന്ന് മാത്രം പറഞ്ഞു വെച്ചു. ബ്രാഹ്മണവും മമ ദൈവതം. ശതപഥ ബ്രാഹ്മണം പറയുന്നത് എന്തെന്നറിയാമോ? ബ്രാഹ്മണനാണ് ദൈവമെന്ന് ശതപഥ ബ്രാഹ്മണം പറയുന്നത്. ജാതി വ്യവസ്ഥ ഇന്ത്യയെ ഏകീകരിച്ചു. ജാതി വ്യവസ്ഥ ഇന്ത്യയെ ഏകീകരിക്കുകയല്ല ചെയ്തത്, മനുഷ്യരെ പലതായി വിഭജിച്ചു. മനുഷ്യരെ തട്ടുതട്ടുകളായി ശ്രേണീകരിച്ചു. മനുഷ്യർക്കിടയിൽ ശത്രുത വളർത്തി. മനുഷ്യർക്കിടയിൽ വർഗീയത വളർത്തി. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മനുഷ്യർ സഹജാതരാണെന്നും സഹമനുഷ്യരാണെന്നുള്ള ബോധം അവരിൽ നിന്ന് സ്വാഭാവികമായി തന്നെ ഇല്ലാതാക്കി. സാഹോദര്യം എന്നൊരു വാക്ക് നമുക്ക് സംസ്കൃത സാഹിത്യത്തിൽ കാണാൻ കഴിയുമോ? ഇതിഹാസ പുരാണ പാഠങ്ങളിൽ നിങ്ങൾക്ക് സാഹോദര്യം എന്ന് പറയുന്നൊരു വാക്ക് കാണാൻ പറ്റുമോ? മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരങ്ങളാണെന്ന്
പിൽക്കാലത്ത് നാരായണ ഗുരുസ്വാമികളല്ലേ സംസ്കൃതത്തിൽ പറഞ്ഞത്, മനുഷ്യാണാം മനുഷ്യത്വം ജാതഗോത്വം ഗവാമ്യത ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി ഗോപിന. പശുവിന് പശുത്വം പോലെ മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചു. അതിനു മുമ്പ് ഈ മഹാമഹർഷിമാരെന്ന് പറയുന്നവരുടെ വായിൽ നിന്നൊന്നും ഈ സാഹോദര്യത്തിൻ്റെ യാതൊരു ഭാവനകളും നമുക്ക് കേൾക്കാൻ കഴിയില്ല, ഇല്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു, ഹിന്ദു മതത്തെ പരിശോധിക്കുവാൻ ഞാൻ സമത്വത്തെ ഒരു മാനദണ്ഡമാക്കുന്നു, സാഹോദര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു, സ്വാതന്ത്ര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു. ഈ 3 മാനദണ്ഡം വെച്ച് പരിശോധിച്ച് കഴിയുമ്പോൾ തന്നെ ആ ചീട്ടുകൊട്ടാരം തകർന്നടിയും. അത് നാരായണ ഗുരുസ്വാമികൾ തന്നെ പറഞ്ഞു. മഹാനായ പത്രാധിപർ CV കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ 1925 പറഞ്ഞു, ഹിന്ദു മതമെന്നൊരു മതമേ ഇല്ലല്ലോ, ഹിന്ദു മതമെന്നൊരു മതമേ ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഗുരുസ്വാമികൾ അങ്ങനെ പറയാൻ കാരണം ഹിന്ദു മതത്തെ അംഗീകരിച്ചാൽ അതിനുള്ളിലെ ശ്രേണീകൃതത്തെ അംഗീകരിക്കേണ്ടി വരും, അതിനുള്ളിലെ ജാതി വ്യവസ്ഥയെ അംഗീകരിക്കേണ്ടി വരും. ജാതി ഭേദങ്ങളെ ഗുരു സമ്പൂർണമായി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മളിന്ന് എല്ലാവരും സദ്യയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ അത് കേവലമായി ഉണ്ടായി വന്നൊരു ചരിത്രമല്ല. രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ സംഭാഷണ മധ്യ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ജാതി വ്യവസ്ഥ ആധുനിക കാലത്ത് പുതിയ രൂപത്തിലാണ് നിലനിൽക്കുന്നത് എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. ഇന്ന് കടലാസ് ഗ്ലാസ്സിലോ പ്ലാസ്റ്റിക് ഗ്ലാസ്സിലോ വെള്ളം കൊടുക്കുന്നത് ജാതി അനുശീലനത്തിൻ്റെ ഭാഗമായി കൂടി വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. അർത്ഥം മനസ്സിലായല്ലോ. സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുത്താൽ, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ്സിൽ കൊടുത്താൽ, പാത്രത്തിൽ കൊടുത്താൽ അശുദ്ധമാകുമെന്നും അയിത്തമുണ്ട് എന്നും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ ആധുനിക സമൂഹം കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ വഴിയാണ് പ്ലാസ്റ്റിക് ഗ്ലാസും പ്ലാസ്റ്റിക് പേപ്പറും കൊടുത്ത് സൽക്കരിക്കുക. ഇതാണ് പുതിയ കാലത്തെ ജാതി അനുശീലനം എന്ന് രഞ്ജിത്ത് സൂചിപ്പിക്കുന്നു. മലയാളി വിശേഷിച്ചും ഇതൊക്കെ തന്നെ വളരെ പരോക്ഷമായിട്ട് നടത്താൻ സമർത്ഥനാണെന്നുള്ള കാര്യത്തെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുമില്ല. ജാതിയൊക്കെ എങ്ങനെയൊക്കെയാണ് അനുശീലിക്കേണ്ടത് എന്ന് നമുക്ക് വളരെ കൃത്യമായ ബോധ്യമുള്ളവരാണ്. നമ്മൾ പുറമേക്ക് വളരെ പുരോഗമനകാരികളും വലിയ വിപ്ലവകാരികളും ഒക്കെ ആയിരിക്കുമ്പോഴും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പൂന്താനം നമ്പൂതിരിമാരായി നമ്മൾ കഴിയുകയാണ്. പൂന്താനം നമ്പൂതിരിമാർ, നമ്മുടെ ഉള്ളിലെല്ലാം ഒരു കൊച്ചു പൂന്താനമുണ്ട്. പുറമേക്ക് വിപ്ലവകാരിയും അകമേ പൂന്താനവും. ഇങ്ങനെ ദ്വിമുഖമായിട്ട് ജീവിക്കുക. കാര്യത്തോടൊക്കെ ജീവിതത്തിൻ്റെ കാതലിനെ സ്പർശിക്കുന്ന എല്ലാ സന്ദർഭത്തിലും മലയാളി തനി ജാതിവാദിയാവുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് കേരളത്തിലെ പത്രങ്ങളിലെ ക്ലാസ്സികയുടെ പരസ്യങ്ങൾ. നിങ്ങൾ ആ വിവാഹ പരസ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതിലേക്കൊന്നും ഞാൻ തൽക്കാലം കടക്കുന്നില്ല. ജാതി എന്താണ് ചെയ്തത്? ഇന്ത്യയെ ഏകീകരിച്ചു. ജാതി ഇന്ത്യയെ വെട്ടിപ്പിളർന്നു. ജാതി മനുഷ്യർക്കിടയിലെ സാഹോദര്യത്തെ ഇല്ലാതാക്കി, മനുഷ്യർക്കിടയിലെ സ്നേഹത്തെ ഇല്ലാതാക്കി. മനുഷ്യർ പരസ്പരം സഹഭോജനം നടക്കുന്നതിനും മനുഷ്യര് അന്യോന്യം വിവാഹം ചെയ്യുന്നതിനെയും ജാതി വ്യവസ്ഥ ഭീകരമായി തടസ്സം നിന്നു. സഹോദരൻ അയ്യപ്പൻ അനുഭവിക്കേണ്ടി വന്ന കൊടിയ ക്രൂരതകളെപ്പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ സന്ദർഭത്തിൽ പന്തിഭോജനം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഈഴവ സമുദായത്തിലെ തന്നെ വിജ്ഞാനവർദ്ധിനി സഭ വിലക്കി. ഈഴവ സമുദായത്തിൻ്റെ തന്നെ ഒരു കൂട്ടായ്മയാണ് വിജ്ഞാനവർദ്ധിനി സഭ ചെറായി. പന്തിഭോജനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വിലക്കേർപ്പെടുത്തി. അവരെ വിവാഹങ്ങളിലും മറ്റനുഷ്ഠാനങ്ങളിലും പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് വിജ്ഞാനവർദ്ധിനി സഭ കൽപ്പിച്ചു. നാരായണ ഗുരുസ്വാമികൾ പന്തിഭോജനത്തെ അനുകൂലിക്കുന്നില്ലെന്ന് വിജ്ഞാനവർദ്ധിനി സഭ നോട്ടീസ് അടിച്ചിറക്കി. ഈ പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കെ സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ നാരായണ ഗുരുസ്വാമികളെ ചെന്ന് കണ്ട് ഈ പ്രയാസങ്ങൾ പറഞ്ഞു.
ഗുരു പറഞ്ഞു, ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം. ഈ ഹിന്ദുമതം എന്നറിയപ്പെടുന്ന മതത്തിൽ ദൈവങ്ങളില്ലാഞ്ഞിട്ടാണോ നാരായണ ഗുരുസ്വാമികൾ ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണമെന്ന് പറയാൻ കാരണം? അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ തനിക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു എന്ന് പറഞ്ഞ ഗുരു അങ്ങനെ ക്ഷമിക്കാൻ പറയൂ? ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്ന് നാരായണ ഗുരുസ്വാമികൾ ആരോട് പറഞ്ഞു? സ്വന്തം ശിഷ്യനോട് പറഞ്ഞു. ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം. ഒറ്റ വരിയിൽ ഭഗവത്ഗീതയുടെ വിമർശനം ഗുരു സാധ്യമാക്കി. ഒറ്റ വരിയിൽ ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കും. മറ്റൊരർത്ഥത്തിൽ കേരളത്തിൽ ഗാന്ധി വന്ന സന്ദർഭത്തിൽ സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു. നോൺസെൻസ് എന്ന് പറഞ്ഞ് ഗാന്ധി എഴുന്നേറ്റ് പോയി. നോൺസെൻസ് എന്ന് പറഞ്ഞ് ഗാന്ധി എഴുന്നേറ്റ് പോയി. എറണാകുളത്ത് വന്നപ്പോൾ, പള്ളുരുത്തി വന്നപ്പോൾ മംഗളപത്രം കൊടുത്തു സഹോദരൻ അയ്യപ്പൻ ഗാന്ധിക്ക്. ആ മംഗളപത്രത്തിൽ, ഇന്ന് മംഗളപത്രം എന്നൊക്കെ പറഞ്ഞ സ്തുതികളാണല്ലോ, ആ മംഗളപത്രത്തിൽ ആദ്യത്തെ ഖണ്ഡികയിൽ തന്നെ പറയുന്നത്, ദളിതർക്കുള്ള പ്രത്യേക അവകാശത്തിന് വേണ്ടി സംവരണം അനുവദിച്ചപ്പോൾ അതിനെതിരെ അദ്ദേഹം അങ്ങ് നിരാഹാരം കിടന്നു. പക്ഷെ ഞങ്ങൾ അംബേദ്കറെ അനുകൂലിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട്, അംബേദ്കറെ അനുകൂലിച്ചുകൊണ്ട് ഗാന്ധിക്ക് മംഗളപത്രം കൊടുത്ത ആളാണ് സഹോദരൻ അയ്യപ്പൻ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഗുരുവിൻ്റെ അടുത്ത് ചെന്നു അയ്യപ്പൻ പറഞ്ഞു, ഇങ്ങനെ പലതരത്തിൽ പന്തിഭോജനത്തിനെതിരായി പല വ്യാഖ്യാനങ്ങളും വിമർശനങ്ങളും നടക്കുന്നു, തൃപ്പാദങ്ങൾ വേണ്ടത് കൽപ്പിക്കുക. ഗുരു എഴുതി കൊടുത്തു, മനുഷ്യരുടെ മതം, വേഷം, ഭാഷ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനം ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. നമ്മളൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട 11-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പ്രായശ്ചിത്ത സമുച്ചയം എന്ന് പറയുന്ന ത്രിലോചന ശിവാചാര്യർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ശൈവ സിദ്ധാന്താചാര്യൻ എഴുതിയ ഗ്രന്ഥത്തിൽ പറയുന്നത്, ഭോജനം എന്ന, പന്തിഭോജനം പാടില്ല, പന്തിഭോജനം തെറ്റാണ് എന്ന് ത്രിലോചന ശിവാചാര്യരുടെ പ്രായശ്ചിത്ത സമുച്ചയത്തിൽ പറഞ്ഞു വെക്കുന്നു. 11-ാം നൂറ്റാണ്ടിൽ നിന്നും ഗുരുദേവനിലേക്ക് എത്തുമ്പോൾ ഗുരു പറയുന്നത് എന്താണ്? അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവും. എന്താണ് അതിനൊരു യുക്തിയുണ്ട്. എന്താണ് യുക്തി? അവരുടെ ജാതി ഒന്നായതുകൊണ്ട്. എന്താണ് അവരുടെ ജാതി? മനുഷ്യജാതി. ഈ മനുഷ്യത്വം എന്ന് പറയുന്ന ജാതി, ആ ജാതിയിലേക്കാണ് നമ്മൾ കൂടുതൽ ഉയർന്നു പോകേണ്ടത് എന്നുള്ളതാണ് ഗുരുസ്വാമികൾ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഗുരുദേവൻ എഴുതി വെച്ചത്, അരുവിപ്പുറത്ത് എഴുതി വെച്ചു, സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. അതിനു മുമ്പ് കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വരി കാണാൻ പറ്റുമോ? ഇന്നും ഹിന്ദുക്കൾ ഒഴിച്ച് ബാക്കിയുള്ളവർക്കും പ്രവേശനം ഇല്ലെന്ന് പറയുന്ന ബോർഡ് ഇപ്പോഴും നമുക്ക് ചില പ്രമുഖ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ കാണാം. ഇപ്പോഴും 2024 അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ക്ഷേത്രങ്ങൾ നമുക്ക് എവിടെ കാണാം? കേരളത്തിൽ കാണാം. ഗുരു എന്താണ് എഴുതിയത്? ഗുരു എഴുതി, സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. ഇവിടെ നിങ്ങൾ സഹോദരരായി കഴിയേണ്ട സ്ഥാനമാണ് എന്ന്. അതുവരെ നിലനിന്ന ഐത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ പലതായി തരംതിരിച്ചിരുന്ന ക്ഷേത്ര സങ്കല്പങ്ങൾക്കെതിരെ വിമോചനാത്മകമായ സാഹോദര്യത്തിൻ്റെ ഉന്നത ദൈവിക ഭാവന കൊണ്ട് ഗുരു പുതിയ മാർഗങ്ങൾ തുറന്നിട്ടു നമ്മുടെ മുമ്പിൽ. അതുവരെയുള്ള ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണൻ ഏറ്റവും ഉന്നത സ്ഥാനത്തിലും അയാൾ കടന്നു പോകുമ്പോൾ ഹോ ഹോ എന്ന് വിളിക്കുകയും മറ്റുള്ളവരാരും അയാളെ തൊടാൻ പാടില്ലെന്ന് കൽപ്പിക്കുകയും ഒക്കെ ചെയ്തു.
പ്രൊഫസർ എം കെ സാനു അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്. തൻ്റെ അമ്മയുമായി ചെറുപ്പകാലത്ത് ക്ഷേത്രത്തിൽ ചെന്ന അനുഭവം സാനിമാഷ് വർണ്ണിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. അന്ന് സാനിമാഷ് തൻ്റെ അമ്മയുമായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ദക്ഷിണ വെച്ച് ദൂരെ മാറി നിൽക്കുമ്പോൾ ഒരു ശാന്തി വന്ന് പ്രസാദം വെച്ചിട്ട് പോയി. പ്രസാദം വെച്ച് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. ഒരുപാട് നേരം കഴിഞ്ഞിട്ട് വന്ന് ഇവർ പ്രസാദം എടുത്തുകൊണ്ട് പോയി എന്ന് സാനിമാഷ് എഴുതുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജാതി വ്യവസ്ഥ ഇന്ത്യയെ ഏകീകരിച്ചോ തകർത്തോ? ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കും. രണ്ടേ രണ്ട്. ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ജാതി വ്യവസ്ഥ ഇന്ത്യയോട് ചെയ്തത് എന്താണ് എന്ന്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ, ഇന്ത്യയുടെ സമത്വത്തെ, സാഹോദര്യത്തെ, ഉന്നതമായ മാനവിക മൂല്യങ്ങളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കിയത് ഇന്ത്യയിലെ ചാതുർവർണ്ണ അസമത്വ ജാതി വ്യവസ്ഥയാണ്. രണ്ട് വാദങ്ങൾ കൂടി പരിശോധിക്കാം. മുഗളന്മാരും ബ്രിട്ടീഷ് മിഷനറിമാരുമാണ് ഇതൊക്കെ തകർത്തത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് മിഷണറിമാർ വന്ന് എന്താണ് ചെയ്തത്? കേരളത്തിൽ പോലും കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യം പരിശോധിച്ചാൽ അറിയാം. റോബിൻ ജെഫ്രിയൊക്കെ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പുലയ സമുദായത്തിൻ്റെ സുവർണകാലമെന്ന് ബ്രിട്ടീഷുകാരുടെ വരവിനെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട് റോബിൻ ജെഫ്രി. പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. അധസ്ഥിതരാക്കപ്പെട്ട ജനസമുദായങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഭിച്ചത് കൊളോണിയൽ ഈ ഭരണകാലത്താണ്. അപ്പോഴും നമ്മൾ ഓർക്കണം, അതിൻ്റെ ആദ്യ ഗുണഭോക്താക്കൾ കേരളത്തിലെ സവർണരും ബ്രാഹ്മണരുമായിരുന്നു. അധസ്ഥിത ജനവിഭാഗങ്ങൾ ആയിരുന്നില്ല അപ്പോഴും. അപ്പോഴും അതിൻ്റെ ഗുണഫലം പറ്റിയത് ഇന്ത്യയിലെ കേരളത്തിലെ സവർണർ തന്നെയായിരുന്നു. ബ്രിട്ടീഷ് മിഷണന്മാർ കോടതികൾ കൊണ്ടുവന്നു, നീതിന്യായ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. പഠിപ്പും യോഗ്യതയുള്ളവർ അധികാര സ്ഥാനത്തേക്ക് വരാൻ തുടങ്ങി. അതിനു മുമ്പ് രസകരമായൊരു സംഭവമുണ്ട്. ഒരു ബ്രാഹ്മണൻ ഒരിക്കൽ എഴുതാനും വായിക്കാനും അറിയത്തില്ല. അദ്ദേഹം ഒരു അപേക്ഷയുമായിട്ട് രാജാവിൻ്റെ അടുത്ത് വന്നിരിക്കുക, തിരുവിതാംകൂർ രാജാവിൻ്റെ അടുത്ത്. എന്താണ്? തനിക്ക് ജഡ്ജിയാകണം. എന്താണ് യോഗ്യത? പ്രത്യേകിച്ച് യോഗ്യത ഒന്നുമില്ല, ബ്രാഹ്മണനാണെന്ന് തന്നെയുള്ള യോഗ്യത. ഇത് ചരിത്രത്തിൽ എഴുതപ്പെട്ട കാര്യമാണ്. എഴുതാനും വായിക്കാനും അറിയത്തില്ല, പിന്നെന്താണ് യോഗ്യത? അദ്ദേഹം ഒരു പൂണൂൽധാരിയാണ് എന്നുള്ളതാണ് യോഗ്യത. നമുക്ക് കാര്യങ്ങൾ വേണ്ടുവോളം അറിയാമല്ലോ, ഇതാണ് യോഗ്യതയുടെ ആധാരം. തിരുവിതാംകൂർ ചരിത്രത്തിൽ ഇത് എഴുതപ്പെട്ടിട്ടുണ്ട് ഈ കാര്യം. ഇങ്ങനെ പലതരത്തിലും ബ്രിട്ടീഷ് മിഷണറിമാരുടെ സേവനം പുതിയൊരു നവോത്ഥാന യുഗം തിറക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ചെയ്തത്. നമുക്ക് സന്യാസം എന്നത് ബ്രിട്ടീഷുകാരാണെന്ന് നാരായണ ഗുരുസ്വാമികൾ വെറുതെ പറഞ്ഞതല്ല. കൊളോണിയൽ ഭരണമാണ്. രാമൻ്റെ ഭരണമാണെങ്കിൽ ഒരിക്കലും തനിക്ക് സന്യസിക്കാൻ കഴിയില്ല എന്നാണ് ഗുരു പറഞ്ഞതിൻ്റെ അർത്ഥം. കൊളോണിയൽ ഭരണം നടക്കുന്നത് കൊണ്ടാണ് തനിക്ക് സന്യസിക്കാൻ സാധിച്ചത് എന്നാണ് ഗുരു പറഞ്ഞത്. ഇനി മുഗളന്മാരുടെ കാര്യം ഒന്ന് പരിശോധിക്കാം. മുഗളന്മാരുടെ കാലത്ത്, ആ ഭരണകാലത്ത് പോലും ആ ഭരണത്തിൻ്റെ ഗുണഭോക്താക്കളായിരുന്നത് ആരാണ്? ഇന്ത്യയിലെ സവർണരും ത്രൈവർണികരുമാണ്. ബ്രാഹ്മണർക്കാണ് അതിൻ്റെ ഗുണങ്ങളെല്ലാം കിട്ടിയത്. എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നു മുഗളന്മാർ ഞങ്ങൾക്ക് വലിയ ശല്യമായിരുന്നു. സംസ്കൃത സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം രചിച്ച രസഗംഗാധരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ജഗന്നാഥ പണ്ഡിതർ പറയുന്നത് ദില്ലീശ്വരോവ ജഗദീശ്വരോവ, ദില്ലീശ്വരൻ ജഗദീശ്വരനാണോ എന്ന് അദ്ദേഹം പറയുക. ഷാജഹാനെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. ആര്? ബ്രാഹ്മണനായ ജഗന്നാഥ പണ്ഡിതർ. ധാരാളം ബ്രാഹ്മണർ മുഗൾ ഭരണകാലത്ത് സ്വർണവും വെള്ളിയും സ്വത്തുക്കളും ഒക്കെ കൈക്കലാക്കിയതിനെപ്പറ്റി, ദാനമായി സ്വീകരിച്ചതിനെപ്പറ്റി വിപുലമായ വിവരണങ്ങൾ ഓഡ്രി ട്രുഷ്കി അവരുടെ സാൻസ്ക്രിറ്റ് ആൻഡ് കൾച്ചർ ഓഫ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു വെക്കുന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ അവസാനം പറഞ്ഞ രണ്ട് വാദങ്ങൾ വിപുലമായി പരിശോധിക്കേണ്ടതാണ്. അതിനുള്ള സമയം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഞാൻ പ്രധാനമായി ഊന്നിയത് ഇന്ത്യയിൽ നിലനിന്ന ജാതി അസമത്വ വ്യവസ്ഥ ഇന്ത്യയെ ഏകീകരിച്ചു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് മാത്രമല്ല, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ തിരുവനന്തപുരം പ്രാചീന മധ്യകാലത്ത് ഒരു ഹിന്ദു രാജ്യമായിരുന്നുവെന്നും ഈ ഹിന്ദു രാജ്യം എന്നറിയപ്പെടുന്ന ഈ രാജ്യത്ത് അവർണരാക്കപ്പെട്ട മനുഷ്യരെ കൂലിയില്ലാ വേലയെടുപ്പിക്കുന്ന ഊഴിയം വേല എന്ന് പറയുന്ന പരിപാടി
നടത്തി അവരെ കഷ്ടപ്പെടുത്തുകയും നടുവൊടിക്കുകയും ചെയ്തൊരു ഭരണക്രമത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് ചാതുവർണ്ണ ജാതി അസമത്വ വ്യവസ്ഥയായിരുന്നു. ഈ ശ്രേണീകൃത ജാതി അസമത്വ വ്യവസ്ഥയാണ് തിരുവിതാംകൂറിനെ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റി തീർത്തത്. ഇത് നാം മറന്നു പോകരുത്. ഇത് മറന്നുപോയാൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും തുടങ്ങി ഒരുപാട് മഹാന്മാരായ മനുഷ്യരുടെ ചോര ചിന്തി ഉണ്ടാക്കിയ നമ്മുടെ ഭരണഘടന, നാരായണ ഗുരുസ്വാമികളുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും മഹാത്മാ പൂലെയുടെയും നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ചിന്തയുടെ പോരാട്ടങ്ങളുടെ ഫലമായി നാം നേടിയെടുത്ത മുഴുവൻ ജനാധിപത്യ അവകാശങ്ങളും സാഹോദര്യ ചിന്തകളും സമത്വ ചിന്തകളും സ്വാതന്ത്ര്യവും ഇല്ലാതാകുന്നതിലായിരിക്കും ചെന്ന് കലാശിക്കുക. അതുകൊണ്ട് നാം കൂടുതൽ ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഹിന്ദുത്വത്തിൻ്റെ ആഖ്യാനങ്ങളെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടും അതിനെ സൂക്ഷ്മമായ വിശകലനത്തിന് വിധേയമാക്കിക്കൊണ്ടും മാത്രമേ ജനാധിപത്യത്തിൻ്റെ നമുക്ക് നിലനിർത്താൻ കഴിയൂ. അതിനുവേണ്ടിയുള്ള നിരന്തര പഠനങ്ങളും വിമർശനങ്ങളിലും ഏർപ്പെടുക എന്നുള്ളതാണ് കാലഘട്ടം നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് നരേന്ദ്ര ദബോൽക്കറുടെ ആത്മത്യാഗം, ജീവത്യാഗം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.